ഇതിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 11, 15, 19, 23 എന്ന സമാന്തര ശ്രേണിയുടെ അഞ്ചാമത് ഏതാണെന്നാണ്. അപ്പം ഇതാണ് ക്വസ്റ്റ്യൻ. അഞ്ചാമതം കാണാൻ ശ്രേണി തന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് x1 അല്ലെങ്കിൽ എഫ് കണ്ടുപിടിക്കാം. രണ്ട് രീതിയിൽ ചെയ്യാം. എഫ് കണ്ടുപിടിക്കുക. എഫ് പറഞ്ഞാൽ ആദ്യ പദം 11, ഡി കണ്ടുപിടിക്കുക. പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ 15 - 11 4. അത് കുറച്ചാൽ മതി, 4 വീതമല്ലേ കൂട്ടി പോകുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കുക. ഇനി അഞ്ചാം പദം കാണുന്നുണ്ടെങ്കിൽ x5 = dn + f - d. ഇതിലിട്ട് കൊടുത്താൽ മതി. ഈ മെത്തേഡാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഡി കാണുന്നിടത്ത് എന്ത് കൊടുക്കുക? പൊതുവ്യത്യാസം കൊടുക്കുക. എൻ കാണുന്നിടത്ത് 5 എന്ന് കൊടുക്കുക. പ്ലസ് എഫ് കാണുന്നിടത്ത് നമ്മൾ ആദ്യ പദം കൊടുക്കുക 11. എഗെയിൻ ഡി കാണുന്നിടത്ത് 4 കൊടുക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് വേണം ആദ്യം ചെയ്യാൻ. 4 × 5 20 പ്ലസ് 11 - 4 7. അപ്പോൾ 27 ആയിരിക്കും അഞ്ചാം പദം. ഇത്രയേ ഉള്ളൂ. അതുപോലെ അടുത്തത് 18, 17, 16 എന്ന സമാന്തര ശ്രേണിയുടെ 19-ാം പദമാണ്. ക്വസ്റ്റ്യൻ ഇതാണ്. ഈ ശ്രേണിയുടെ 19-ാം പദം. ഇതേ സ്റ്റെപ്പുകൾ നമ്മൾ എഫ് ആദ്യം എഴുതുക. എഫ് പറഞ്ഞാൽ ആദ്യ പദം ഫസ്റ്റ് ടേം 18. ഡി എഴുതുക. ഡി എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, രണ്ടാം പദത്തിന് ഒന്നാം പദം വേണം കുറയ്ക്കാൻ അല്ലേ. 17 - 18. ഇത് ചെറുതെന്ന് വലുത് കുറയ്ക്കുകയല്ലേ. 17 - 18 കുറച്ച് കഴിഞ്ഞാൽ ഉത്തരം -1 ആണ്. ഓക്കെ, ഇനി കണ്ടുപിടിക്കേണ്ടത് x19 ആണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ dn + f - d എന്ന് എഴുതി കൊടുക്കുക. ഡി കാണുന്നിടത്ത് -1 കൊടുക്കുക. ഇൻറ്റു n പറഞ്ഞു കഴിഞ്ഞാൽ 19, എത്രാമത്തെ പദമാണോ അത്, പ്ലസ് എഫ് എന്ന് പറഞ്ഞാൽ 18 മൈനസ് ഡി ആണ്. അപ്പോൾ -1 രണ്ട് മൈനസ് വരും. ഇനി -19 പ്ലസ് -1 × 19 -19. 18 - -1 പറഞ്ഞു കഴിഞ്ഞാൽ 18 + 1 വരിക. -19 അവിടെ ആക്കട്ടെ. 18 + 1 പറഞ്ഞു കഴിഞ്ഞാൽ 19 വരും. സോ -19 + 19 0. ഇതാണ് ഉത്തരം വരിക. സ്റ്റെപ്പ് മറക്കണ്ട. dn + f - d എഴുതി കൊടുക്കുക. ഡി പൊതുവ്യത്യാസം, എൻ എത്രാമത്തെ പദമാണോ ആ നമ്പർ, പിന്നെ എഫ് ആദ്യ പദം, പിന്നെ ഡി. ഓക്കെ, അങ്ങനെയാണ് ഒരു പദം കാണാൻ.